ബുദ്ധിയുള്ള ആളുകളുടെ ഒരു പ്രധാന പ്രത്യേകത സംസാരം വളരെ കുറവും ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ കൂടുതലുമാണ്. ചാണക്യൻ പറയുന്ന ഉപദേശങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരുടെ വിജയം വളരെ ആധികാരികമായിരിക്കും. യഥാർത്ഥ ബുദ്ധിമാന്റെ പഠനം എന്ന് പറയുന്നത് ഓരോ പുതിയ അനുഭവങ്ങളിൽ നിന്നും വീഴ്ചകളിൽ നിന്നും തോൽവികളിൽ നിന്നും ജീവിതകാലം മുഴുവൻ അവർ പുതിയ പുതിയ അറിവുകൾ നേടിക്കൊണ്ടേയിരിക്കും. തോൽവി എന്നാൽ ജയത്തിൻ്റെ മുന്നോടിയാണ്. തോറ്റു തോറ്റു ജയിക്കുന്നവർക്ക് അവർക്ക് ശാരീരിക ക്ഷമത മാനസിക ക്ഷമത കൂടുതലായിരിക്കും. പഴയത് പുതിയത് എന്നൊന്നില്ല. എല്ലാ അറിവുകളും നമ്മുടെ രത്നങ്ങളാണ്. കൂടുതൽ കൂടുതൽ അറിവ് വ്യക്തികളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും നേടുന്നത് അവരുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നത് അവർ യഥാർത്ഥത്തിൽ ചാണക്യൻ തന്നെയാണ്. തെറ്റുകളിൽ നിന്നും നമുക്ക് പഠിക്കുവാൻ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഇന്നത്തെ ദിവസം ഇന്നലത്തേക്കാൾ മെച്ചപ്പെടുത്താൻ നമ്മളെ മികച്ചവരാക്കാൻ നമ്മൾ ശ്രമിക്കുക. ജീവിതത്തിൽ ഏറ്റവും അമൂല്യവും എന്നാൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാത്തതും സമയമാണ്. ഈ സമയമാണ് നമുക്ക് എല്ലാം. സമയം പോയാൽ എല്ലാം പോയി. ഓരോ ദിവസവും ഓരോ പുതിയ ലക്ഷ്യം കണ്ടെത്തുകയും ലക്ഷ്യം നേടുവാനായി സമയത്തെ പരിപൂർണമായി ഉപയോഗിക്കുകയും ചെയ്താൽ വളരെയധികം വിജയം നേടിയെടുക്കാൻ കഴിയും. ബുദ്ധിശക്തി എന്ന് പറയുന്നത് തന്നെ ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ ശരിയായി എടുക്കുന്നതാണ്. സാഹചര്യം ശരിയായി വിശകലനം ചെയ്ത് ശരിയായ തീരുമാനമെടുത്താൽ തീരുമാനം തെറ്റിപ്പോകാനുള്ള സാധ്യതകൾ കുറയും. മൗനം ബലഹീനതയല്ല, അത് ആത്മനിയന്ത്രണമാണ്. അയാൾ വെറുതെയൊന്നും പറയില്ല. പറയുന്ന വാക്ക് വളരെ ആത്മാർത്ഥതയുള്ളതാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നണമെങ്കിൽ നമ്മുടെ വാക്കുകൾ വളരെ കുറച്ചും വളരെ മിതമായും ഭംഗിയായും സംസാരിക്കുക.